ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മാലാഖമാരുടെ മാസം ആഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജപമാല രാജ്ഞിയുടെ ജപമാല ഭക്തിയുടെ ഒക്കെ മാസമാണ് നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനിതിൻ്റെ ഇടയിൽ ഈ വീഡിയോ ഇടാനായിട്ടുള്ളൊരു കാരണം, ധാരാളം മക്കൾ ഒന്ന് രണ്ട് സംശയങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയാനുള്ള ഒരു അവസ്ഥയില്ല. മാത്രമല്ല, കുറേ സംശയങ്ങൾ വരുന്നത് ഒരു ആധികാരികതയും ഇല്ലാത്ത പോലെയാണ് സംശയങ്ങൾ മനുഷ്യർക്ക് വരുന്നത്. അതിന് കാരണം പല സ്ഥലങ്ങളിൽ നിന്നും കേൾക്കുന്ന പല ടോക്കുകളാണ്. ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിയിലാണ് കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ജനം ആകെ കൺഫ്യൂസ്ഡ് ആണ് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാൻ പോവാണ്. ഇത് എൻ്റെ അനുഭവമാണ്. ഇത് നിങ്ങളാരും വിശ്വസിക്കണമെന്നോ ഇതാണ് സത്യം എന്ന് എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല അങ്ങനെ അറിയിക്കാൻ. പക്ഷേ കുറച്ച് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം ആ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവാണ്. ഈ ദിവസങ്ങളിൽ കുറേ ശുദ്ധീകരണ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശുദ്ധീകരണ അനുഭവങ്ങൾ അത് എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. അത് തിരുസഭയുടെ ദൈവശാസ്ത്രപരമായ പഠനങ്ങൾക്കൊന്നും തന്നെ എതിരല്ല എനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. കാരണം നമ്മുടെ സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, മരിച്ചു പോയവരെ നമ്മൾ ബഹുമാനിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2 മക്കബായരിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ ആദ്യകാല ക്ലാസ്സുകളിൽ പങ്കുവെക്കലുകളിൽ സഭയുടെ ആധികാരികതയും അതിൻ്റെ വചനങ്ങളും ഒക്കെ തന്നെ വെച്ച് ഈ ശുദ്ധീകരണ അനുഭവങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട്. അത് ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ എല്ലാം വചനാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊന്നും എടുത്തു നോക്കാതെയാണ് വീണ്ടും ഇങ്ങനെ സംശയങ്ങൾ. മരിച്ചുപോയവരെ കുറിച്ച് വെറുതെ ഇങ്ങനെ സംശയങ്ങൾ വെച്ചിരിക്കേണ്ട, നിശ്ചയങ്ങളും വെച്ചിരിക്കേണ്ട. മരിച്ചുപോയവരെ കുറിച്ച് ചിലർക്ക് മരിച്ചുപോയവരെ കാണുന്നുണ്ടാകാം. പക്ഷെ ആ കാണലുകളെ തെറ്റിദ്ധരിപ്പിച്ച് വേറൊരു രീതിയിലാക്കി തീർക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ ഈ മരിച്ചവരെ കാണുന്നു എന്ന് പറയുന്നത് നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ണടച്ചിരിക്കുമ്പോൾ എനിക്ക് കാണുന്ന ദർശനമാണ്. കണ്ണടച്ചിരിക്കാത്ത സമയത്ത് ഞാൻ ആദ്യമായി കണ്ട ശുദ്ധീകരണ അനുഭവം നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട്. 3 സമയത്തെ എനിക്ക് നേർക്കാഴ്ചയിൽ ശുദ്ധീകരണാത്മാക്കൾ വന്നിട്ടുള്ളൂ. അതൊക്കെ സത്യമായ കാര്യങ്ങളാണെന്ന് ഇവിടെയുള്ളവർക്ക് അറിയാം. കാരണം എവിടെയോ ട്രീറ്റ്മെൻറ്റിന് കിടക്കുന്ന ഒരു വ്യക്തി, എൻ്റെ തന്നെ ബന്ധു, പുലർച്ചെ 4 മണിക്ക് എൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ കാണുന്നു. കണ്ണ് തുറന്നിരിക്കുമ്പോൾ വാതിലിൽ കൂടെ കടന്നു വരുന്നത് കാണുന്നു. എന്നിട്ട് എന്നോട് പറയുന്നു, പിതാവുണ്ട് മോളെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് പോകുന്നു. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഇയാൾ ഹോസ്പിറ്റലിലല്ലേ എന്ന്. കുറച്ച് കഴിയുമ്പോൾ മരണറിയിപ്പുമായിട്ട് എൻ്റെ ബന്ധു വരുന്നു. 4 മണി സമയത്ത് ആ വ്യക്തി മരിച്ചു എന്ന്. ഇതാണ് എൻ്റെ ആദ്യത്തെ. അന്ന് എനിക്ക് ശുദ്ധീകരണാത്മാവാണോ, ഇതെന്ത് മറിമായും, ഞാൻ എന്താ ഈ കാണുന്നത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കാലമാണ്. അതുകൊണ്ട് എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല. പിന്നീടാണ് എനിക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ചിലർക്ക് ദർശനങ്ങൾ കിട്ടുന്നുണ്ടാകാം. പക്ഷെ ഒരിക്കലും നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ സാരി ഉടുത്ത് തോർത്തുമുണ്ടെടുത്ത് ശരീരത്തോടു കൂടെ നമ്മുടെ വീട്ടിൽ വന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാകരുത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് എനിക്കോ അല്ലെങ്കിൽ ഇതുപോലെ ദൈവം കൃപകൾ കൊടുത്തിട്ടുള്ള, അങ്ങനെ ഒരു വരം കൊടുത്തിട്ടുള്ള ആളുകൾക്കോ കാണുന്ന ഒരു ദർശനം മാത്രമാണ്.
ഇത് പ്രത്യക്ഷീകരണമല്ല. മാതാവ് ലൂർദിലും ഫാത്തിമയിലും സെഗദാശയ്ക്കും മെജിഗോയിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മാതാവ് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെടുന്നതും നമ്മൾ കണ്ണടയ്ക്കുമ്പോഴും കണ്ണ് തുറക്കുമ്പോഴും ഒക്കെ കാണുന്നൊരു ദർശനമുണ്ട്. അത് വേറെ, ഈ പ്രത്യക്ഷീകരണം വേറെ. അപ്പം ശുദ്ധീകരാത്മാക്കൾ ഒരിക്കലും ശുദ്ധീകരണ സ്ഥലം വിട്ട് എല്ലാവരും ആലസ്യച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുന്നു എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തീർക്കാനാണ് ഞാൻ ആദ്യത്തെ സംശയം ഒന്ന് ശരിക്ക് ക്ലിയർ ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നത്. ഇത് ഞാൻ എൻ്റെ എല്ലാ പങ്കുവെക്കലുകളിലും മിക്കവാറും പറയാറുണ്ട്. ഇതെനിക്ക് മാത്രം കാണിച്ചു തരുന്ന ദർശനമാണ്. ഇത് വേറെ ഒന്നുമായിട്ട് കൂട്ടിച്ചേർത്തരുത്, കൂട്ടിക്കലക്കരുത്, കലർത്തരുത്. ഇതുപോലെ ഈ ലോകത്തെ എനിക്ക് മാത്രമല്ല അനേകം ആളുകൾക്ക് ശുദ്ധീകരണാത്മക്കളെ കാണുന്നുണ്ട്. അവർക്ക് മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാനതൊക്കെ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട്. അതേ ഡേറ്റിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഇന്ന വീട്ടിൽ ഇന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ ആ സംഭവം നടന്നിട്ടുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കാൻ ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതുണ്ടോ? അപ്പോഴൊക്കെ നമ്മൾ പറയരുത് പിന്നെ ശുദ്ധീകരാത്മാക്കളൊക്കെ സാരി കൊടുത്തിട്ട് ഈ ചേച്ചിയുടെ വീട്ടിലേക്ക് വരല്ലേ. ഒരിക്കലും ഇല്ല. ശുദ്ധീകരാത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് തന്നെയാണ് കിടക്കുന്നത്. അവരെക്കുറിച്ച് ഈശോ മാതാവ് എനിക്കൊരു കാഴ്ച കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ. അപ്പം ആദ്യത്തെ കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കണം. അപ്പം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ കാണുന്നത് സഭയുടെ പഠനങ്ങൾക്ക് വിരോധമല്ല. പക്ഷേ ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന ഒരു ഭാഗമുണ്ട്. അത് തെറ്റാണ്. അതായത് അവിടെ പോയവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ അങ്ങനെ ഒരിക്കലും ചോദിക്കാൻ പാടില്ല എന്നാണ് ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് പറയുക. അത് ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഒരു ലയോണി എന്നാണ് തോന്നുന്നു ആ കുട്ടിയുടെ പേര്. അവര് സ്വർഗത്തിലാണോ നരകത്തിലാണോ ചോദിച്ചപ്പോൾ എത്ര നാൾ കിടക്കേണ്ടി വരുമെന്ന് ചോദിച്ചപ്പോൾ പിള്ളേർ ചോദിച്ചപ്പോൾ ലോകാവസാനം വരെ എന്ന് പറഞ്ഞു. ഞാനല്ല പറഞ്ഞത്, പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പറഞ്ഞതാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ലോകാവസാനം വരെ ചിലപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും. ആ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നതിന് വ്യത്യാസങ്ങളുണ്ട്. കഠിനമായ ശിക്ഷ പോലെയുള്ള സ്ഥലത്തല്ല അത് ചിലപ്പോൾ കിടക്കുക. ശുദ്ധീകരണ സ്ഥലത്ത് തന്നെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, കുറേ തട്ടുകളുണ്ടല്ലോ. ശുദ്ധീകരണം പൂർത്തിയാക്കിയവരൊക്കെ നല്ല തട്ടിലേക്ക് വരും. അത് കഴിഞ്ഞ് അവർ സ്വർഗം എന്ന് പറയുന്നത് അന്ത്യവിധിയിലല്ലേ വരുള്ളൂ. അപ്പോഴല്ലേ കർത്താവ് വന്നിട്ട് ഇടത്തും വലത്തും ശരിയാക്കി തരുള്ളൂ. അല്ല ഇപ്പോഴേ തന്നെ ഇടത്തും വലത്തും ശരിയായിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ വിശ്വാസം, പിന്നെ ആ രണ്ടാം വരവിൻ്റെ ആവശ്യം ഇല്ലല്ലോ. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതായത് അവസാനം എസെക്കിയേൽ 37 പറയുന്നുണ്ടല്ലോ, എല്ലാവരും മാംസം ഞരമ്പുകൾക്ക് മാംസമൊക്കെ വെച്ച് കിരികിരാശത്തോടുകൂടെ എല്ലാ അസ്ഥികളും എഴുന്നേറ്റ് നിൽക്കും. നമ്മളൊക്കെ ജീവൻ പ്രാപിക്കും. അവസാനം അന്ത്യവിധിയിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായവർ ഒരുപോലെ നിൽക്കും. ശുദ്ധീകരണം പൂർത്തിയായവർ സ്വർഗത്തിലേക്ക് പോവും. അല്ല ദൈവഹിതപ്രകാരം മാരകപാപത്തിൽ തുടർന്ന് അവരെ ഒരിക്കലും ദൈവത്തെ അംഗീകരിക്കാത്തവരൊക്കെ എവിടെ പോവും? നരകത്തിൽ തന്നെ പോവും. അത് അവസാന വിധിയിലാണ്. അതാണല്ലോ രണ്ടാം വരവ്, മനുഷ്യപുത്രൻ്റെ ആഗമനം. രണ്ടാം വരവ് അതല്ലേ. അപ്പോൾ സ്വർഗവും നരകമൊക്കെ അന്നത്തേക്കായിട്ട് കരുതി വെച്ചിരിക്കുക. അതിൻ്റെ ഇടയിൽ ശുദ്ധീകരണം പൂർത്തിയാക്കണം. ഇതിനെക്കുറിച്ചൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ട് മുൻപത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഈ ശുദ്ധീകരണ ആത്മാക്കളെ നമ്മൾ വിളിച്ചു വരുത്തുന്നത് സഭയുടെ വിശ്വാസത്തിന് എതിരാണ്. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് അന്യമതങ്ങളുടെ ദൈവങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി മാമോദീസ മുക്കി വിട്ടു എന്നൊക്കെ അങ്ങനെ ഒരു ഭാഗം പറയുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവരെയൊക്കെ അങ്ങനെ അന്യമതത്തിലത്തെ ആ ദൈവങ്ങളെയൊക്കെ ദൈവം എന്ന് പറയുന്ന അവർ പറയുന്ന അത് ആ ആത്മാക്കളെയൊക്കെ മാമോദീസ മുക്കി വിട്ടെങ്കിൽ പിന്നെയും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അവിടെ പോയവരെ വിളിച്ചു വരുത്തി മാമോദീസ കൊടുക്കുക, അതൊന്നും എൻ്റെ ഇതിൽ പെട്ടതല്ല കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ എനിക്ക് ഈശോ ദർശനത്തിൽ കാണിച്ചു തരുന്നു. അവർക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, പ്രാർത്ഥിക്കുക എന്ന് പ്രാർത്ഥിക്കുന്നു.
അവർ രക്ഷപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധ അമ്മ തലപ്പന അവർക്ക് വേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന പരിശുദ്ധ കുർബാനയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. പിന്നെ അതിനോടനുബന്ധിച്ച് നമ്മൾ എത്ര സമർപ്പിച്ചിട്ടും നമുക്ക് യോഗ്യത ഇല്ലെങ്കിൽ ഇത് എത്രത്തോളം ഫലം ചെയ്യും എന്നുള്ളതൊക്കെ ചാവറ പിതാവിൻ്റെ ആ എഴുത്തുകളിൽ കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ആദ്യത്തെ കാര്യം, ശുദ്ധീകരണാത്മാക്കളൊന്നും ശുദ്ധീകരണ സ്ഥലം വിട്ട് ഈ ചേച്ചിയുടെ വീട്ടിലേക്ക് വരുന്നില്ല. ചേച്ചി കാണുന്നത് വെറും ദർശനങ്ങൾ മാത്രം. അത് വിശുദ്ധ മറിയന്ത്രേസ്യ പ്രത്യക്ഷീകരണം പോലുള്ള ദർശനമാണ്. കണ്ണു തുറന്നു എവുപ്രാസിമ കണ്ടിരുന്നു. അത്ര ശക്തമായ ദർശനമൊന്നും ഞാൻ കാണുന്നില്ല. കണ്ണടച്ചിരിക്കുമ്പോൾ കാണുന്ന ദർശനങ്ങൾ, പക്ഷേ അതെല്ലാം വന്നിരിക്കുന്നവരോട് ചോദിക്കുമ്പോൾ ശരിയാവുന്നുണ്ട്. അപ്പോൾ ആ ആത്മാക്കൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് തരുന്നത്. ഇനി ഒരു രണ്ടാമത്തെ സംശയമുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുറേ പേര് എന്നെ മെസ്സേജ് അയക്കും. ഫോൺ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സുഖമില്ല. ഞാൻ എത്രത്തോളം ഈ ടോക്കുകളൊക്കെ ഇങ്ങനെ പറയും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും എൻ്റെ ഈശോ അനുവദിക്കുന്നത് വരെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊരു ശുദ്ധീകര ആത്മാവാകുന്നത് വരെ. ഞാനതുകൊണ്ട് ഇത് എപ്പോഴും ഇങ്ങനെ പറയാൻ എനിക്കൊരു ആരോഗ്യക്കുറവുണ്ട്. എന്നാലും പിന്നെ കുറേ പേര് ഇത് ചോദിക്കുമ്പോൾ ഞാനൊന്ന് പറയാം എന്ന് വിചാരിച്ചു. ഇപ്പം അടുത്ത കാലത്ത് പലരും എന്നോട് പറയുന്നു, ഞങ്ങൾ അവിടെ കേട്ടു ഇവിടെ കേട്ടു, മരിച്ചവർക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിക്കണ്ട എന്നാണ് പറയുന്നത്. മരിച്ചവർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കൊന്നും വേണ്ട. മരിച്ചവർ മരിച്ചുപോയി. കത്തോലിക്ക സഭ വിശ്വാസികൾ തന്നെയാണ് പറയുന്നത്. മരിച്ചുപോയി. ഇനി അവർക്ക് അവരുടെ ലോകം, ഏറെ പ്രാർത്ഥിക്കൊന്നും വേണ്ട, അത് പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്ന്. ഞാനിതിന് എന്ത് മറുപടിയാണ് പറയുക? മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? അത് ഓരോന്ന് പറയുമ്പോൾ മറ്റെല്ലാവരും പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി പറയുമ്പോൾ എന്തോ ആണ് എന്ന് വിചാരിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കാനാണോ എനിക്കറിയില്ല. അതൊരു പുതിയ അറിവായിട്ട് മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണോ ഇങ്ങനെ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ. സഭ നമ്മളെ പഠിപ്പിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2 മക്കബായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കണില്ലേ, പാപപരിഹാര ബലി അതിന് പൈസ സ്വരൂപിച്ചു എന്നാണ് പറയുന്നത്. മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? തിയോളജിയും ദൈവശാസ്ത്രമൊക്കെ വിട്ടുകളയും. എന്നിട്ട് നിങ്ങളുടെ സിമ്പിൾ ബുദ്ധിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? നമ്മളൊരു ശരീരമാണെന്നല്ലേ പറഞ്ഞേക്കണേ. സഭയാകുന്ന ശരീരത്തിലെ അവയവങ്ങളല്ലേ നമ്മൾ. അപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾ എടുത്ത് നോക്കിയേ, നമ്മുടെ കാലിങ്ങനെ പഴുത്തു പോവുക. അപ്പം നമ്മളിങ്ങനെ പറയാം, കാല് പഴുത്തു പോട്ടെ, ഇത് ഞാൻ ശരീരമൊന്നുമല്ലല്ലോ, ഇത് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ആരോഗ്യമില്ല, പഴുത്തു പോട്ടെ, അതിന് വേണ്ടി ഇപ്പോൾ വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടാക്കാം. കാല് പഴുത്തു പോയി, എന്താ ചെയ്യുക? ഈ കാല് മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നടക്കാൻ പറ്റുമോ? നമ്മളൊരു ശരീരത്തിലെ അംഗങ്ങളല്ലേ, അവയവങ്ങളല്ലേ. ഒരു കൈ ഇങ്ങനെ വേദനിക്കണ കാണുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഉല്ലസിക്കാൻ പറ്റുമോ? ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നമ്മളെ മൊത്തം ശ്രദ്ധ അവിടേക്കല്ലേ ആകുക. അത് പിന്നെ ഒരു വിരലല്ലേ, അത് പോട്ടെ, അങ്ങനെ പറഞ്ഞിരിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ ശരീരത്തിലത്തെ ഒരു ചെറുവിരലിന് പോലും ഒരു നഖം ഒന്ന് കോറിയാൽ മതി, നമ്മളെല്ലാ ശ്രദ്ധയും കൂടി അങ്ങടെ കൊടുക്കുക. ഷോ എന്നിട്ട് അതിനെ കിടന്ന് പിടിക്കാൻ തുടങ്ങും, മരുന്ന് വയ്ക്കാൻ തുടങ്ങും. ഇത് തന്നെയല്ലേ സഭ, നമ്മുടെ സഭ, സഹനസഭ, സമരസഭ, വിജയസഭ, നമ്മൾ ഒരേ ശരീരത്തിലത്തെ അവയവങ്ങളല്ലേ. അപ്പം ഈ സഹനസഭയിൽ കിടക്കുന്ന നമ്മുടെ മക്കൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്ന അവരനുഭവിക്കുമ്പോൾ അവരവിടെ അനുഭവിച്ച് തീർക്കട്ടെ, മരിച്ചവർക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിക്കൊന്നും വേണ്ട എന്ന് പറയുന്നത് ശരിയാണോ? അത് മനുഷ്യരെ കൊണ്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കുറയ്ക്കാനല്ലേ ഉപകരിക്കുള്ളൂ. അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന കുറയ്ക്കുമ്പോൾ പാവപ്പെട്ട ആത്മാക്കൾ അവിടെ കിടക്കില്ലേ, അവരെ ആര് രക്ഷപ്പെടുത്തും? അപ്പം പറയും ഈശോ ബലി സമർപ്പിച്ചിട്ടുണ്ടെന്ന്. ഈശോ സമർപ്പിച്ച ആ ഒരു ബലി ഉണ്ടെങ്കിൽ അതിലെല്ലാവരും രക്ഷപ്പെട്ടുവെങ്കിൽ പിന്നെ ശുദ്ധീകരണ സ്ഥലം വേണ്ടല്ലോ. ആ ഈശോ അർപ്പിച്ച ഒറ്റ ബലിയിൽ എല്ലാവർക്കും രക്ഷ കിട്ടിയെന്ന്. അപ്പോൾ ഈ പറയുന്നതിൽ എന്തോ ഒരു അപാകത ഉണ്ടല്ലേ. ഈശോ അർപ്പിച്ച ബലി സ്വർഗവാതിൽ തുറക്കാനായിരുന്നു. പിതാവും മനുഷ്യരും തമ്മിൽ പർദീസയുടെ വാതിൽ അടഞ്ഞു കിടക്കായിരുന്നു. പുറത്താക്കി മനുഷ്യർ പാപം ചെയ്തിട്ട്, പിശാചിൻ്റെ വാക്ക് കേട്ടിട്ട് അപ്പോൾ പുറത്താക്കി, പർദീസയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ അവർ കിടന്ന് കരയായിരുന്നു. എന്നിട്ട് പിതാവിന് സഹതാപം തോന്നിട്ട് പിതാവ് പറഞ്ഞതാണ്, ഞാൻ ഇവരെ രക്ഷിക്കാൻ രക്ഷകനയക്കാന്ന്. ഈ രക്ഷകൻ വന്ന് ബലിയർപ്പിച്ചപ്പോൾ ഉണ്ടായ വലിയ അത്ഭുതം, സ്വർഗവാതിൽ തുറന്നു. പിതാവും നമ്മളുമായിട്ടുള്ള ആ ഒരു വഴക്ക്
തീർന്ന് ഒരു ബ്ലോക്ക് തീർന്ന് ആ വാതിൽ തുറന്ന് നമുക്കിനി സ്വർഗത്തിലേക്ക് പർദീസയിലേക്ക് പ്രവേശിക്കാം. എങ്ങനെ? നമ്മൾ ശുദ്ധിയുള്ളവരായിത്തീർന്ന. അല്ലാണ്ട് സ്വർഗവാതിൽ തുറന്നു വെച്ചിട്ട് എല്ലാ വ്യഭിചാരം കള്ളത്തിലും ചെയ്തിട്ട് അങ്ങോട്ട് സ്വർഗത്തിലേക്ക് കയറാനുള്ള ഒരു വാതിലല്ല കരുണാമയനായ കർത്താവ് പീഡാസഹനങ്ങൾ വരിച്ച് മരണം വരിച്ച് കുരിശുമരണം വരിച്ച് നമുക്ക് നേടിത്തന്നത്. നീ എന്ത് പാപം ചെയ്തോ എന്നിട്ട് നീ കയറിപ്പോക്കോ, അങ്ങനെയുള്ളൊരു വാതിലല്ല തുറന്നു തന്നത്. ആദ്യ പാപം മൂലം ബ്ലോക്കായി കിടന്ന സ്വർഗവാതിലാണ് കർത്താവ് വന്ന് തിരിരക്തമൊഴുക്കി ആദ്യത്തെ ബലി നടന്നപ്പോൾ, അവസാനത്തെയും ബലി നടന്നപ്പോൾ തുറന്നത് നമുക്ക് പർദീസയുടെ വാതിലാണ്. ഈ പർദീസയുടെ വാതിൽ തുറന്നു കിടന്നാലും ഓടിക്കയറാൻ പറ്റില്ല വിശുദ്ധ വസ്ത്രം ഇല്ലാണ്ട്. അത് വചനം പറയണില്ലേ? വിശുദ്ധ വസ്ത്രം ഇല്ലാണ്ട് വന്നവനെ എന്താ ചെയ്തേ ദൈവം? അതുപോലെ തന്നെയാണ് വിശുദ്ധി വന്നതിന് ശേഷമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ എന്ന ചെറിയ ബുദ്ധി നിങ്ങൾ എപ്പോഴും ആലോചിച്ചാൽ മതി. അല്ലാതെ കർത്താവ് ഒരു ബലി സമർപ്പിച്ച് നമുക്കൊക്കെ രക്ഷ കിട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാ തോന്നിവാസവും ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ട്. കർത്താവ് കരുണാമയനാണ്, ഇല്ല കേട്ടോ, അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്, എന്ത് ചെയ്താലും സ്വർഗം കിട്ടും എന്നുള്ള തോന്നൽ. അപ്പം നമ്മൾ സഹനസഭ, സമരസഭ, വിജയസഭ നമ്മൾ കണക്റ്റഡ് അല്ലേ? ഈ സമരസഭയിൽ സമരം ചെയ്യുന്ന നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മുടെ സഭയുടെ വിശ്വാസപ്രകാരം നമ്മൾ വിജയസഭയിലെ ആൾക്കാരെ മാധ്യസ്ഥത്തിനായിട്ട് വിളിക്കണില്ലേ? അങ്ങനെയാണെങ്കിൽ അവർക്ക് പറഞ്ഞിരുന്നൂടെ, ഇവർ സമരം ചെയ്ത് ജീവിക്കട്ടെ, ഞങ്ങളൊന്നും അനുഗ്രഹങ്ങൾ കൊടുക്കില്ല എന്ന്. ഇതുപോലെ തന്നെയല്ലേ സഹനസഭയിലെ മക്കൾ കിടന്ന് നിലവിളിക്കുമ്പോൾ നമുക്ക് അവരെ സഹായിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സൽകൃത്യങ്ങൾ, നമ്മൾ അർപ്പിക്കുന്ന കുർബാനകൾ അവർക്ക് അവിടെയൊന്നും കുർബാന അർപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ വേണ്ടേ അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ? യേശുവും അതന്നെയല്ലേ കുരിശിൽ കിടന്ന് കാണിച്ചു തന്നത്? കർത്താവ് ചെയ്ത പാപത്തിനാണോ കർത്താവ് പരിഹാരം ചെയ്ത്? ഈ ലോകം മുഴുവൻ ചെയ്ത പാപത്തിന് പരിഹാരമല്ലേ കർത്താവ് ചെയ്ത്? അതല്ലേ നമുക്ക് മാതൃക കാണിച്ചു തന്നെ. എന്നിട്ടല്ലേ കർത്താവ് പറഞ്ഞത് നിങ്ങളും ആത്മാക്കൾ നേടിത്തായി എനിക്കിന്ന്. അതിൻ്റെ അർത്ഥം നിങ്ങളും ഇതുപോലെ സഹനം ഏറ്റെടുത്ത് പരിഹാര ബലി അർപ്പിച്ച് നിങ്ങൾ എനിക്ക് ആത്മാക്കൾ നേടിത്താ. എനിക്ക് ആത്മാക്കൾ കേൾക്കണം, ഒരാൾ നശിച്ചു പോകാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഈ ലോകത്തുള്ള പാപികൾക്ക് വേണ്ടിയും ഈ ശുദ്ധീകരണത്തിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? അതല്ലേ ഓരോ പ്രത്യക്ഷീകരണത്തിനും പരിശുദ്ധ അമ്മ വന്ന് പറയണത്. സഹനം, പരിഹാരം, പാശ്ചാത്താപം, പ്രായശ്ചിത്തം, ഇതൊക്കെ ഈശോയുടെ തിരുമുഖത്തിലെ കാഴ്ചയെ കുറിച്ച് നമ്മൾ പറഞ്ഞത് എന്താ? മനുഷ്യന്റെ അഹങ്കാരം മാറ്റി വെച്ചിട്ട് എളിമയുടെ തലത്തിലേക്ക് മനുഷ്യർ വരണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ അഹങ്കാരം എന്ന പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ ഈ പാപികൾക്ക് വേണ്ടി മാനസാന്തരത്തിന് പ്രാർത്ഥിക്കണേ. കിബ്ഹോയിൽ മാതാവ് വന്നിട്ട് വ്യാകുല ജപമാല ചൊല്ലി മനുഷ്യർക്ക് മാനസാന്തരം കിട്ടാന്ന് പറഞ്ഞില്ലേ? അപ്പം നമ്മൾ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലമുറയിൽ നിന്ന് മരിച്ചു പോയി ഒരു അനുതാപമില്ലാണ്ട് അവിടെ പാപങ്ങൾക്കുള്ള കടം കഴിയാതെ അവരവിടെ വിഷമിക്കുന്നു എന്ന് നമ്മൾക്ക് ഏതെങ്കിലും ലെവലിൽ തിരിച്ചറിവ് തന്നാൽ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ അവർക്ക് വേണ്ടി? മരിച്ചവർക്ക് വേണ്ടി ആയിരുന്നു പ്രാർത്ഥിക്കണ്ട എന്ന് പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാൻ പാടില്ല. അത് സഭയുടെ വിശ്വാസത്തിനെതിരല്ലേ? സഭ നമ്മളെ പഠിപ്പിക്കുന്നത് സഹനസഭ, സമരസഭ, വിജയസഭ. നമ്മൾ കണക്റ്റഡ് അല്ലേ? നമ്മൾ വേറെ നിങ്ങൾ തിയോളജി ഒന്നും ആലോചിക്കുന്നത്, നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. നമ്മുടെ കയ്യിന് വേദന എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുമോ? നമ്മൾ ഡോക്ടറെ അടുത്ത് പോയില്ലേ, മരുന്ന് വെച്ച് കേട്ടില്ലേ, അതിന് സുഖപ്പെടുത്താണ്ട് നമുക്ക് ഉറക്കം വരുമോ? എന്നിട്ട് എന്താ ഈ സഹനസഭയിലെ മക്കളിങ്ങനെ വല്ലാണ്ട് കഷ്ടപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്ന് പറയുന്നത്? അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പറയും വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പൂർവീകരിലേക്ക് അടിച്ചേൽപ്പിക്കരുതെന്ന്. ഒരിക്കലും അങ്ങനെ പറയുന്നത് ശരിയല്ല കേട്ടോ. കാരണം ഇതൊക്കെ ജീവിക്കുന്ന അനുഭവങ്ങളാണ്. നമ്മുടെ കുടുംബത്തിൽ അടിക്കടി രോഗങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പൂർവീകരിലേക്ക് തിരിയണം. പൂർവീകരുടെ പാപങ്ങൾ അവിടെ പൊറുക്കപ്പെടാതെ കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കുടുംബങ്ങളിൽ അനർത്ഥം വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഓരോ നിമിഷവും കേട്ടുകൊണ്ടിരിക്കുന്നു. ഈശോ കാണിച്ചു തരുന്ന അനുഭവങ്ങളുണ്ട്. വേറെ എവിടെയും പോകണ്ട, എൻ്റെ വീടിന് എൻ്റെ തറവാടെടുത്താൽ മതി. ഇപ്പോൾ പ്രിയ കൂട്ടുകാരെ, ഒരു തറവാട്ടിൽ ഒരു 8 പേർക്ക് ക്യാൻസർ വന്നാൽ നമ്മൾ മിണ്ടാതിരിക്കണം എന്നാണ് പറയുന്നത് ഈ പറഞ്ഞ വ്യക്തികളൊക്കെ. എന്നാൽ ജീവിച്ചിരിക്കുന്നവർ കൊള്ളയോ കൊലപാതകമോ വിഗ്രഹാരാധനയോ ഒന്നും ചെയ്തിട്ടില്ല താനും. എന്തു ചെയ്യും? നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പൂർവികരിലേക്ക് തിരിയണം. അതല്ലെങ്കിൽ അൽഫോൻസമ്മയ്ക്കും മറിയം ത്രേസ്യാമ്മയ്ക്കും കൊടുത്തതുപോലെയുള്ള സഹനമായിരിക്കണം. അതിന് മാത്രമുള്ള വിശുദ്ധരല്ല.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൂർവികരിലേക്ക് തന്നെ തിരിയണം, കുടുംബ വൃക്ഷത്തിലേക്ക് തിരിയണം. ഇനി അവരെന്ത് പാപം ചെയ്തെന്ന് ചകഞ്ഞ് നോക്കണ്ട. എന്തോ ഏതോ പ്രശ്നം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. അത് ചകഞ്ഞ് നോക്കിയിട്ട് അവരങ്ങനെ ചെയ്തില്ലേ പൂർവികർ പറയരുത്. അവരെന്തായാലും ആ പാപത്തിൻ്റെ തക്ക പരിഹാരം അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ രോഗങ്ങൾ. അങ്ങനെ വരുമ്പോൾ വന്നുപെട്ടവർക്ക് ഇനി അത് മാറുമെന്ന് പറയാൻ പറ്റില്ല. അടുത്ത തലമുറയിലേക്ക് ഇത് വരാതിരിക്കാൻ, അതിനാണ് ഞാൻ അത്ഭുതകരമായിട്ട് എനിക്ക് ലഭിച്ചൊരു ലീഫ്ലെറ്റ് എന്ന് പറഞ്ഞ പരിഹാര ജപം. അതിലെന്താ പറയണേ? മാപ്പാക്കണേ, കരുണ കാണിക്കണേ, ഈശോയുടെ അടുത്ത്, പിതാവിൻ്റെ അടുത്ത് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി അവർക്ക് ഇങ്ങനെ എളിമപ്പെടാൻ പറ്റില്ല മരിച്ചവർക്ക്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈശോ അങ്ങനെയല്ലേ നമുക്ക് വേണ്ടി മാപ്പ് പറഞ്ഞിട്ടല്ലേ പരിഹാരം അനുഷ്ഠിച്ച്. അപ്പം അതുകൊണ്ട് അടിക്കടി ഒരേ രീതിയിലുള്ള അപകടങ്ങൾ, ഓരോ ഡേറ്റുകളിലെ അപകടങ്ങൾ, ഇതിൻ്റെ പിന്നിലൊക്കെ കാരണമുണ്ട്. അതങ്ങനെ അവർക്ക് വേണ്ടി, പൂർവികർക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ച് നിങ്ങൾ വെറുതെ തെറ്റായ രീതിയിൽ നീങ്ങരുതെന്നൊക്കെ പറയുന്നത് തെറ്റ് തന്നെയാണ്. ഞാനത് ഈശോയോട് ചോദിച്ചു. ഞാനിങ്ങനെ ഈശോയോട് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, പലതരം വ്യാഖ്യാനം കൊടുത്തിട്ട് എൻ്റെ മക്കളെ പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് തിരിപ്പിക്കാൻ സാത്താൻ എടുക്കുന്ന ആയുധമാണ്. കാരണം മരിച്ചവർക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? കഴിഞ്ഞു. അപ്പോൾ ആത്മാക്കളെ രക്ഷപ്പെടുത്തണ്ട. ഇനിയിപ്പോൾ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പാപം മൂലമുള്ള ശിക്ഷയൊന്നല്ല ഇത് ദൈവത്തിൻ്റെ കരുണയാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ പാപത്തിന് വേണ്ടി മാപ്പ് പറയുമോ ആരെങ്കിലും? അങ്ങനെ നടക്കട്ടെ. അങ്ങനെ ഒരു അബദ്ധ വിശ്വാസത്തിലേക്ക് പോകും. ഞാൻ ശുദ്ധീകരണ ആത്മാക്കളുടെ ക്ലാസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പിതാവിന് ഇങ്ങനെ ഒരു ദർശനം കിട്ടിയത്. ഫ്രണ്ട് മരിച്ചു, നല്ലൊരു ഫ്രണ്ടായിരുന്നു, അവൻ സ്വർഗത്തിൽ പോയിണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചില്ല എന്നും പിന്നീട് ഫ്രണ്ട് വന്ന് പറഞ്ഞത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പിന്നീട് ഗ്രിഗോറിയം കുർബാന വന്നത് തന്നെ 30 ദിവസം ആ പിതാവ് പ്രാർത്ഥിച്ചപ്പോഴല്ലേ, കുർബാന അർപ്പിച്ചപ്പോഴല്ലേ. അപ്പോൾ മരിച്ചു പോയ ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിച്ചാലല്ലേ അവർ രക്ഷപ്പെടുള്ളൂ. എല്ലാ പാപത്തിനും പരിഹാരം ചെയ്തിട്ടല്ലല്ലോ എല്ലാവരും പോണത്. അപ്പം നമ്മളവർക്ക് വേണ്ടി സഹായം ചെയ്യണ്ടേ? അതല്ലേ നമ്മുടെ സഭയിലെ 3 അവയവങ്ങളല്ലേ നമ്മൾ. സഹനസഭ, സമരസഭ, വിജയസഭ എന്നൊക്കെ പറയുമ്പോൾ കണക്റ്റഡ് അല്ലേ? പ്രാർത്ഥിക്കണം, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏറെ പ്രാർത്ഥിക്കേണ്ട എന്ന് പറയരുത്. പക്ഷേ മരിച്ചുപോയവരെ കുറിച്ച് ഏറെ വിലപിക്കേണ്ട. വെറുതെ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ സഹനം ഏറ്റെടുക്ക്. കുറേ നമ്മൾ വ്യാഖ്യാനങ്ങളും പഠനങ്ങളും ഒക്കെ കൊടുത്തിട്ട് പ്രാർത്ഥന കുറയാണ്. സാത്താൻ്റെ തന്ത്രം അത് തന്നെയാണ്. ജ്ഞാനത്തിന് വേണ്ടി മനുഷ്യരിങ്ങനെ ഓടി നടക്കുന്ന അമ്മ പറഞ്ഞിട്ടില്ലേ ഈ പ്രത്യക്ഷീകരണങ്ങളിൽ? ജ്ഞാനത്തിന് വേണ്ടി ഓടി നടക്കട്ടെ, ജ്ഞാനം പ്രാവർത്തികമാക്കൂല, പ്രാർത്ഥിക്കില്ല. ഞാൻ ഇന്നാളെ ഒരാളിങ്ങനെ കുറേ സംശയം ചോദിച്ചപ്പോൾ നീ എല്ലാ ടോക്കുകളും കേട്ട് നിനക്ക് സംശയങ്ങൾ കുറേ ഉണ്ടല്ലോ, നീ എത്ര ജപമാല ചൊല്ലും? അല്ല, അത് എനിക്ക് നേരം കിട്ടാറില്ല. ശരി, ഒരു ജപമാല ചൊല്ലിയ കുർബാനയ്ക്ക് പോകാനും നേരം ജ്ഞാനം തേടി നടക്കുക. അങ്ങനെ പറഞ്ഞിട്ടല്ലോ, ഇങ്ങനെ പറഞ്ഞിട്ടല്ലോ, ഇവിടെ പ്രാർത്ഥിക്കേണ്ട, അവർ പ്രാർത്ഥിക്കേണ്ട, കർത്താവ് ഒരു ബലി നടത്തിയിട്ടില്ലേ, അത് മതി. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ അപകടത്തിൽ ചെന്ന് ചാടരുത്. നമുക്ക് തന്നെ ദൈവം തന്നിട്ടുണ്ട്. പല ടോക്കുകൾ കേൾക്കുമ്പോഴും നമുക്കൊരു ബുദ്ധി തന്നിട്ടില്ലേ, നമ്മുടെ പൂർവിക വിശ്വാസങ്ങൾ. അതനുസരിച്ചിട്ടൊക്കെ മുന്നോട്ട് പോകും. വല്ലാണ്ട് പഠനങ്ങളിലേക്ക് പോയാലും ഇല്ലാണ്ടാവുമെന്ന് അമ്മമാർ കേട്ടിട്ടുണ്ട്. അമ്മമാർ പറയുന്നത് കേട്ടിട്ടില്ലേ? വല്ലാണ്ടായാൽ ഇല്ലാണ്ടാവും. പണ്ട് കുറച്ച് സിമ്പിളായിട്ടുള്ള വിശ്വാസത്തിൽ നിന്നിട്ട് കൂടുതൽ പ്രാർത്ഥിക്കുക. ഈ അന്ത്യകാലത്തിൽ പ്രാർത്ഥന കൂട്ട്, ജപമാല കൂട്ട്. അതിൻ്റെ ഇടയിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്ന് പറയരുത്. അങ്ങനത്തെ വിശ്വാസങ്ങളൊന്നും നിങ്ങൾ എടുക്കരുത്. കാരണം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ വേണം. മരിച്ചവരുടെ പാപങ്ങൾ പരിഹാരപ്പെട്ടില്ലെങ്കിൽ അത് ഈ തലമുറയിൽ നിന്ന് കർത്താവ് ചോദിക്കും. ഈ മരിച്ചവരുടെ സ്വത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? അപ്പോൾ അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? അപ്പോൾ രണ്ടാമത്തെ സംശയമാണ് ഇട്ടത്. മരിച്ചവർക്ക് എൻ്റെ ഏറെ പ്രാർത്ഥിക്കേണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അപ്പം അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി വേറെ ഒരു കാര്യം എന്നോട് ചോദിച്ചതാണ്, ഈ മരിച്ചു പോയവരുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് തെറ്റാണോ എന്ന്. അപ്പം മരിച്ചു പോയവർ ഉപയോഗിച്ച സാധനങ്ങൾ സൂക്ഷിക്കുന്നത് തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. ഇത് എങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മരിച്ചുപോയവരുടെ ഫോട്ടോ വെച്ച് പൂജിക്കരുത്. മരിച്ചുപോയവരുടെ ഫോട്ടോ വെച്ചൊന്നും ആരാധിക്കണ്ട. മരിച്ചുപോയടുത്തുണ്ട്, മരിച്ചവരുടെ ലോകത്തിലാണ് അവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, പരിശുദ്ധ കുർബാന അർപ്പിക്കുക യോഗ്യതയോടുകൂടെ.
വഴക്ക് വൈരാഗ്യം വെറുപ്പ് വിദേശമൊക്കെ കളഞ്ഞിട്ട് ശുദ്ധിയോടുകൂടെ കുർബാന അർപ്പിക്കാൻ ശ്രമിച്ചാൽ മതി. അത് തന്നെയാണ് ഏറ്റവും ആദ്യം അവസാനം വേണ്ടത്. പിന്നെ മാതാവ് പറഞ്ഞതുപോലെ ജപമാല ചൊല്ലുക, ദിവ്യകാരുണ്യ ആരാധന, കുരിശിൻ്റെ വഴി നടത്താം, സൽപ്രവൃത്തികൾ ചെയ്യാം, ദാനധർമ്മം കൊടുക്കാം. ഇതൊക്കെ മരിച്ചവർക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ അവർക്ക് ആശ്വാസം കിട്ടും. കർത്താവ് അത് കരുണ തോന്നിയിട്ട് അവരുടെ ഇത് കുറച്ച് വരും ശിക്ഷ. അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടൂ. ഇനി മരിച്ചു പോയവരുടെ സാധനങ്ങൾ വീട്ടിലിരിക്കുന്നത് അപകടമാണോ എന്നാണ് എന്നോട് ചോദിച്ചത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മുടെ അപ്പം മരിച്ചു പോയാൽ നമ്മൾ അപ്പനുണ്ടാക്കിയ വീട്ടിലല്ലേ താമസിക്കുക. ആ വീട് കത്തിച്ച് കളയാൻ പറ്റുമോ? അപ്പൻ്റെ പെട്ടി, അമ്മയുടെ പെട്ടി, അമ്മ ഉപയോഗിച്ച പാത്രങ്ങൾ ഒക്കെ കത്തിച്ച് കളയണോ മരിച്ചു പോയാൽ? എൻ്റെ അപ്പൻ മരിച്ചപ്പോൾ ഉണ്ടായ കാര്യം കേൾക്കാം. എൻ്റെ അപ്പൻ മരിച്ചോടുകൂടി എല്ലാവർക്കും വിഷമമായിട്ട് അപ്പൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കണത് കണ്ടു. ഞാൻ അമ്മോട് ചോദിച്ചിട്ട് എന്തിനതൊക്കെ പുറത്ത് വയ്ക്കണേ? അല്ല, ഇനിയിപ്പോൾ ഇത് ആർക്കെങ്കിലും കൊടുക്കാൻ. ഞാൻ ആർക്കെങ്കിലും കൊടുക്കേ? എന്തിന്? മരിച്ചു പോയവരുടെ സാധനങ്ങൾ വീട്ടിലിരിക്കാൻ പാടില്ലേ? അത് ആർക്കെങ്കിലും കൊടുക്കാൻ. അത് അവരുടെ വീട്ടിലെത്തിയാലും അത് ഈ മരിച്ചുപോയ ആളുടെ അല്ലേ. ഞാൻ അമ്മ എന്തേ പറയണത്? അപ്പൻ രോഗമായിട്ട് വന്ന് കിടന്ന് അത് കഴുകി വൃത്തിയാക്കി തുടച്ച് മര്യാദയ്ക്ക് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ വീട് കത്തിച്ച് കളയണ്ടേ നമ്മുടെ? അതിലും അപ്പൻ നടന്നിട്ടുള്ളതല്ലേ, ഉപയോഗിച്ചിട്ടുള്ളതല്ലേ. ഇനി അപ്പൻ ഉപയോഗിക്കാത്ത ഏത് സാധനം നമുക്കിനി ഉപയോഗിക്കാൻ പറ്റുക? എല്ലാത്തിലും അപ്പൻ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പം മരിച്ചപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അപ്പം ഉപയോഗിച്ച കാശും പെട്ടി എനിക്ക് തരണമെന്ന്. വേറെ ഒന്നും എനിക്ക് വേണ്ട, അപ്പൻ ഉപയോഗിച്ചെന്ന കാശ്, അതൊരു പ്രത്യേക കാശും പെട്ടിയാണ്. പൂർവീക കാലത്തെ അങ്ങനത്തെ പെട്ടി കാണുള്ളൂ. ഞാനത് മേടിച്ചു വെച്ചു. എനിക്ക് വേണം എൻ്റെ അപ്പൻ്റെ പെട്ടി. അമ്മ മരിച്ചപ്പോൾ ഞാൻ എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് അമ്മയുടെ മുണ്ട് പെട്ടി വേണം, അമ്മയുടെ പ്രാർത്ഥന പുസ്തകങ്ങളും വേണമെന്ന് പറഞ്ഞു. പിന്നല്ലാണ്ട് എൻ്റെ വീട്ടിൽ അതിരുന്നിട്ട് എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. അത് വേറൊരു കാര്യമുണ്ട്. ഈ മരിച്ചു പോയവരെ വിഗ്രഹങ്ങളായി കണ്ട്, എൻ്റെ അമ്മേ എൻ്റെ ഭർത്താവ് മരിച്ചു, എൻ്റെ അപ്പം മരിച്ചു, എന്നിട്ട് അവരുടെ വലിയ ഫോട്ടോ ഒക്കെ വെച്ച് ഞങ്ങളെപ്പോഴും എൻ്റെ അപ്പൻ്റെ കൂടെയാണ്, എൻ്റെ അമ്മയുടെ കൂടെയാണ്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പമാണെന്ന് പറയുന്ന രീതിയിൽ വയ്ക്കുന്ന കാര്യങ്ങളുണ്ട്. അവരുപയോഗിച്ച സാധനം അവിടെയാണ് കുഴപ്പം, കാഴ്ചപ്പാടാണ് കുഴപ്പം. രണ്ട് മരിച്ചു പോയിട്ട് ഒരു ഫോട്ടോ വെച്ച് ഒരു മാലിട്ടത് സാധാരണ പാരമ്പര്യത്തിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ളതാണ്. എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ ഇപ്പോഴത്തെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും എൻ്റെ ഭർത്താവിൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞാനവരെ കാണുമ്പോൾ വിചാരിക്കും ആശുപത്രി കിടക്കുന്ന അവർക്ക് ആശ്വാസം കൊടുക്കണേ കാലത്ത് ഒരു പ്രാർത്ഥന. അല്ലാണ്ട് അവരെ വിഗ്രഹമായിട്ട് വെച്ചിട്ട് അവർ വിളിച്ചു വരുത്തി ആവഹിച്ച് എടുത്ത് ഇരിക്കുന്ന അങ്ങനെ ഒരു ബോധ്യത്തിലൊന്നുമല്ല. എൻ്റെ അപ്പൻ്റെ കാശും വീട്ടിൽ ഞാൻ എപ്പോഴും കാശിട്ട് സൂക്ഷിക്കും. അപ്പൻ്റെ കാശും വീട്ടിൽ കുറേ കാശ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ കാശും വെട്ടി അതാ എൻ്റെ കാശും വെട്ടിയായിട്ടിരിക്കട്ടെ, എനിക്കിനി പൈസയും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ നല്ല കാശും വെട്ടി അത് കത്തിച്ച് കളയണ, ആക്രിക്കാർക്ക് കൊടുക്കണ. ഞാനെന്നങ്ങനെ ചെയ്യും. എൻ്റെ അമ്മയുടെ മുണ്ടും വെട്ടിയില്ല ഞാനിപ്പോഴും എൻ്റെ സാരി മരിച്ചു പോയാൽ എന്നെ ഉടുപ്പിക്കേണ്ട സാരി ഞാൻ എൻ്റെ അമ്മയുടെ മുണ്ടും വെട്ടിയില്ല വെച്ചേക്കണത്. ഞാൻ എൻ്റെ മരുമകളോട് പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചി മരിക്കുമ്പോൾ ഈ സാരി ഉടുപ്പിച്ചോളാം, മന്ത്രോടി എടുത്തിട്ട് പോകാം എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ, അതായത് എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ടില്ലെങ്കിൽ, ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ള സാരി ഉടുപ്പിച്ചോ, അപ്പച്ചൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വെള്ള സാരി ഉടുപ്പിച്ചോ. ഇനി അതിന് വേണ്ടി ആ മുണ്ടും വെട്ടീനെ ധ്യാനിച്ച് ഓം ഹ്രീം എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നില്ല. ഞാൻ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം പോലും ഞാൻ അത് ഓർക്കണില്ല. പക്ഷെ ഞാൻ അതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ ചെമ്പ് പാത്രങ്ങൾ ഇന്നൊന്നും കിട്ടില്ല പിള്ളേർക്ക്. ഇന്ന് കയ്യുരുളി എന്ന് പറഞ്ഞാൽ കയ്യുരുളിയാ എന്തുരുളി, കിണ്ടിയോ എന്ത് കിണ്ടി എന്നൊക്കെ ചോദിക്കുക. ഞങ്ങളതൊക്കെ മേടിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുക. പണ്ടത്തെ കാര്യങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. അല്ലാണ്ട് അവർ മരിച്ചു പോയവരുടെയെന്ന് വെച്ചിട്ടുള്ള ഇതൊന്നുമില്ല. പക്ഷേ മരിച്ചു പോയവരെ വിഗ്രഹമായിട്ട് കണ്ട് അവരുടെ ഒരു സാധനം എടുത്തു വെച്ച് എന്നും അവരെ നോക്കി പ്രാർത്ഥിച്ച് എന്നും എന്തൊക്കെയോ ക്രിയകൾ ചെയ്ത് അങ്ങനെ അവരുടെ ഒപ്പമാണ് ഞാൻ എന്നുള്ള നിലയിലുള്ള ചിത്രങ്ങളോ രചനകളോ ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും തെറ്റാണ്. അത് വിഗ്രഹമായിട്ട് മാറും. അങ്ങനെ വരുമ്പോഴായിരിക്കും കുടുംബത്തെ അനർത്ഥം ഉണ്ടാകുക. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. ഞാൻ എൻ്റെ ഈ ജീവിതത്തിലെ യാത്രയിൽ 1-2 സ്ഥലങ്ങളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ മരിച്ചുപോയ വ്യക്തികളെ വിട്ടുകൊടുക്കാതെ അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ചിത്രങ്ങൾ, എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കുടുംബത്ത് വെച്ചിട്ടുള്ളവരുണ്ട്. അത് തീർച്ചയായും തെറ്റാണ്. അത് ആ കുടുംബത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ബ്ലോക്ക് തന്നെയാണ്. 1-2 തവണ സൂചിപ്പിച്ചെങ്കിലും അത് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് വിട്ടു. അത് അവരെ എന്തെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചു.
അല്ലാതെ മരിച്ചുപോയവരുടെ സാധനങ്ങൾ ഒന്നും ഉപയോഗിക്കരുത് എന്ന് പറയുന്നതും തെറ്റാണ്. കാരണം ഞാനൊക്കെ ഉപയോഗിച്ച് പോരുന്നത് എൻ്റെ അപ്പനമ്മ ഉപയോഗിച്ച സാധനങ്ങളാണ്. എൻ്റെ അമ്മയുടെ സാരികൾ, എൻ്റെ അപ്പൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൻ്റെ ഡ്രസ്സൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ സാധനങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ പൈസപ്പെട്ടി. ഇന്ന് കാലത്ത് അങ്ങനത്തെ പൈസപ്പെട്ടി കാണില്ല. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 100 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ബിസിനസ് ചെയ്തപ്പോൾ പണിക്കാർക്ക് കൂലി കൊടുക്കാനായിട്ട് അപ്പൻ ഉപയോഗിച്ചിരുന്ന കാശും പെട്ടിയാണത്. ഞാൻ അതൊക്കെ കളയാൻ പറ്റുമോ? പ്രിയ സഹോദരങ്ങളെ, ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ട് ഞാൻ ഒരിക്കലും അവരെ വിഗ്രഹമാക്കിയിട്ട് എൻ്റെ മനസ്സിൽ വെച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ ക്ലിയർ ചെയ്യുക. എവിടെയെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചു പോയുടെ സാധനങ്ങൾ വെച്ചത് കൊണ്ടാണ് ഇന്നടുത്ത് എന്നോട് കുറേ പേര് വന്ന് ചോദിച്ചു, ഞങ്ങൾ അതൊക്കെ എടുത്ത് കളയാൻ പോകണം. ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, അല്ലാണ്ട് ഞാനെന്ത് ചെയ്യും? നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം തീരുമോ? പക്ഷേ ഞാൻ പറയുന്നു, വിഗ്രഹമാക്കിയിട്ട് നമ്മൾ മരിച്ചവരുടെ സാധനങ്ങൾ അറിയാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ ശവക്കല്ലറയുന്ന അപ്പൻ്റെ ശവക്കല്ലറയുന്നൊരു സാധനം അമ്മയുടെ അത് പാടില്ല. അതൊന്നും ശരിയല്ല. അത് നമ്മുടെ വിശ്വാസത്തിനെതിരാണ്. ഞാൻ ഈ കാര്യത്തിൽ എനിക്ക് ഇങ്ങനെയാണ് പറയാനായിട്ട് ഉള്ളൂ. മരിച്ചവരുടെ ലോകത്തിരിക്കട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയാവുന്നത് പ്രാർത്ഥനയാണ്. അവരെ വിഗ്രഹമായിട്ട് ആരും സൂക്ഷിക്കാതിരിക്കട്ടെ. മരിച്ചവരുടെ ഒരു ഫോട്ടോ വയ്ക്കുമ്പോൾ അത് സാധാരണ രീതിയിലൊരു ഫോട്ടോ ആയിട്ട് ഇരിക്കട്ടെ. അല്ലാതെ വിഗ്രഹം പോലെയുള്ള ഫോട്ടോകളും സാധനങ്ങളും സൂക്ഷിച്ച് വെക്കാതിരിക്കുക. നിങ്ങളുടെ അപ്പൻ്റെ ഷർട്ടും മുണ്ടും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ അതിനെ നോക്കി ധ്യാനിക്കാൻ പാടില്ല. പിന്നെ മരിച്ചുപോയ ആളുടെ ഇന്ന സാധനം ഉണ്ടല്ലോ അവിടെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങനെ പറയരുത്. ആ മരിച്ചുപോയുടെ സാധനം നിങ്ങൾ വിഗ്രഹമാക്കി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പാപമാണ്. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മരിച്ചുപോയവർക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങുക. വിശ്വാസങ്ങളിൽ ജ്ഞാനം കൂടി മരിച്ചവരെ തള്ളിക്കളയുന്ന രീതിയിൽ വിശ്വാസം എത്താതിരിക്കട്ടെ. സഹനസഭ, സമരസഭ, വിജയസഭ, നമ്മൾ 3 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കണം, പ്രാർത്ഥിക്കണം. നമ്മൾ മരിച്ചു പോയവരുടെ സാധനങ്ങൾ വെക്കുമ്പോൾ ഇത്രയും ഓർത്താൽ മതി, നമ്മൾ ഒരു പ്രവൃത്തി തന്നെ പല മനോഭാവത്തോടുകൂടി ചെയ്യും ഇല്ലേ? ഒരു പ്രവൃത്തി തന്നെ. നമ്മുടെ കണ്ണ്, ആ കണ്ണുകൊണ്ട് നമുക്ക് എത്ര തരത്തിലുള്ള നോട്ടങ്ങൾ ഉണ്ടാകാം. പ്രേമത്തോടു കൂടി നോക്കാം, സ്നേഹത്തോടു കൂടി നോക്കാം, ആസക്തിയോടു കൂടി നോക്കാം, അനുകമ്പയായിട്ടുള്ള നോട്ടമുണ്ട്, ദേഷ്യം വന്നിട്ടുള്ള നോട്ടമുണ്ട്, അയ്യോ പാവം എന്ന് പറയുന്നൊരു നോട്ടമുണ്ട് അല്ലേ? നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമ്മൾ എത്ര തരം നോട്ടം നോക്കും? എനിക്ക് ഈ കാര്യത്തിൽ ഒരു കാര്യം പറയാനുള്ളൂ. മരിച്ചുപോയവരുടെ സാധനങ്ങൾ വിഗ്രഹമാകുന്ന രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ വെക്കരുത്. അത് തെറ്റാണ്. മരിച്ചുപോയവരുടെ സാധനങ്ങൾ എല്ലാം എടുത്ത് കളയണം എന്ന് പറഞ്ഞാൽ വീട് തന്നെ വെട്ടിപ്പൊളിച്ച് കളയേണ്ടി വരും. രണ്ടാമതൊരു വീട് പണിയാൻ ഈ പറഞ്ഞ ആളുകൾ പൈസ തരാവോ? കാരണം അത് അപ്പനുണ്ടാക്കിയ വീടാണ്, അമ്മ ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ മരിച്ചുപോയുടെ സാധനങ്ങളൊന്നും പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല, ആ വീട് വിൽക്കണ്ടേ? അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ നോട്ടം എങ്ങനെയായിരിക്കണം, നമ്മുടെ പ്രാർത്ഥന, നമ്മൾ മറ്റുള്ള ഈ മരിച്ചവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ളത് ഏത് രീതിയിലാണ് എന്ന് നീ തന്നെ തീരുമാനിക്കണം. മരിച്ചവരുടെ ലോകത്താണ്, ശുദ്ധീകരണ സ്ഥലത്താണ്. അവരെ ആരും വിളിച്ചു വരുത്തണ്ട. ദൈവം നിങ്ങളിൽ കൂടെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നത്തിൽ കൂടെയോ ദർശനത്തിൽ കൂടെയോ ഒക്കെ കാണും. അവർക്ക് വേണ്ടി അത് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളൊന്നും ഭൂമിയിൽ ഇങ്ങനെ നടക്കുമൊന്നുമല്ല. അവർ ശുദ്ധീകരണ സ്ഥലത്ത് തന്നെയുണ്ട്. പക്ഷേ സിഗ്നലുകൾ ദൈവം നമുക്ക് അനുവദിക്കും. അവരിൽ നിന്ന് ദൈവം അനുവദിച്ചിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ കിട്ടും. കർത്താവ് എപ്പോഴും പറയുന്നത് ഫൗസ്റ്റീന അമ്മയോടും എല്ലാ പ്രത്യക്ഷീകരണം, എനിക്ക് ആത്മാക്കളെ നേടിത്തരാൻ. എന്താ ആത്മാക്കളെ നേടിത്തരാൻ? നിങ്ങൾ സഹനം ഏറ്റെടുക്കുക. അതാണ് ഇതാണെന്ന് പറഞ്ഞിരിക്കേണ്ടത്. തുടർച്ചയായിട്ട് വിശുദ്ധിയിലെ ജീവിതം നയിക്കി, ജപമാല ചൊല്ല്, കുർബാന അർപ്പിക്കുക, മതി. പിന്നെ വഴിതെറ്റില്ല. ഈ കുർബാനകളൊക്കെ നമ്മൾ കാഴ്ചവെക്കേണ്ടത് പാപികളുടെ മാനസാന്തരത്തിന്, ലോകപാപങ്ങൾക്ക് പരിഹാരം, ശുദ്ധീകരണാത്മാക്കളുടെ വിടുതൽ. കുർബാനയിൽ തന്നെ നമ്മൾ കുർബാന പഠനം നടത്തുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ ഹൃദയമാകുന്ന പാപം നിറഞ്ഞ ഹൃദയം ആദ്യത്തെ കാഴ്ച കൊടുത്ത് രണ്ടാമത്തെ കാഴ്ച ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ പ്രാർത്ഥിക്കണ്ടേ? അവർ കുർബാനയിൽ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവിടെയാണ് ഈശോ അനുവാദം കൊടുത്ത് അവർ വന്ന് നിൽക്കുന്ന സ്ഥലം. പരിശുദ്ധ കുർബാന ബലി നടക്കണ്. അപ്പം നമ്മൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
നമ്മുടെ കുടുംബത്തിൽ അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ പൂർവീകരിലേക്ക് തിരിയണം. ഞാനിപ്പോൾ അങ്ങനെ കുറേ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. പൂർവികരിലേക്ക് തിരിയണം. തിരിഞ്ഞേ പറ്റൂ. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ കാണേണ്ട രീതിയിൽ എല്ലാം കണ്ടാൽ ഒരു കുഴപ്പമില്ല. കാണാൻ പാടില്ലാത്ത രീതിയിൽ ഓരോ വസ്തുക്കൾ കാണുമ്പോഴാണ് കുഴപ്പം വരിക എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലതായിരിക്കും. മരിച്ചു പോയവരെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ വ്യൂസ് കയറും എന്ന് അറിഞ്ഞ് പലരും ഇപ്പോൾ മരിച്ചു പോയവരെ കുറിച്ച് ഏറെ പറയുന്നുണ്ട്. ഒരിക്കലും പറയാത്ത ആളുകളൊക്കെ മരിച്ചു പോയവരെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, മരിച്ചു പോയവരെ വിറ്റ് കാശാക്കരുത്. സത്യമേ പറയാവൂ. കാണുന്നുണ്ടെങ്കിൽ മാത്രമേ പറയാവൂ. കാണാത്തതൊന്നും പറയരുത്. അനുഭവം ഉണ്ടെങ്കിലേ പറയാവൂ. ഇപ്പോൾ ക്യാൻസർ വന്ന് ആമാശയം മുറിച്ചു മാറ്റിയ ഞാൻ കീമോതെറാപ്പിയെക്കുറിച്ച് പറഞ്ഞാൽ അതിൽ ഒരു സത്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. ഈ കീമോ എന്താണ്, ക്യാൻസർ എന്താണെന്ന് അറിയാത്തൊരു വ്യക്തി ആ കീമോ ഇങ്ങനെയൊക്കെയില്ല, കുഴപ്പമൊന്നുമില്ല, അതിലൊന്നൊരു പ്രശ്നമൊന്നുമില്ല അങ്ങനെ പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിക്കണം അത് എത്രത്തോളം സത്യമാണെന്ന്. അതല്ലെങ്കിൽ ക്യാൻസർ അല്ലേ, ക്യാൻസർ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഇപ്പം എല്ലാത്തിനും മരുന്നുകളുണ്ടല്ലോ. ഒരിക്കലും അങ്ങനെ പറയരുത്. അത് ക്യാൻസർ വരുമ്പോഴേ അത് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തുമാത്രം അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ക്യാൻസർ വരുമ്പോഴേ അതറിയുള്ളൂ. അത് മാരകമായ ക്യാൻസർ വരിക, ഒരു നല്ലൊരു അവയവം പോവുക, അങ്ങനെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാവൂ. നിങ്ങൾക്കറിയാലോ, എനിക്ക് ക്യാൻസർ വന്ന് ആമാശയം മുറിച്ചു മാറ്റിയിട്ടുള്ള വലിയ ഓപ്പറേഷനാണ്. 5-8 മണിക്കൂറുള്ള ഓപ്പറേഷൻ. അത് എത്ര അവയവം പോകുമെന്ന് അറിയാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞുള്ള ഓപ്പറേഷൻ. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് എനിക്ക് ആരുടെ ഫോൺ എടുക്കുമ്പോഴും ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നില്ല. അത് കീമോയുടെ ഒരു പ്രശ്നമാണ്. അത് ഡോക്ടർമാർ പറയും. പാട്ടുകൾ കേൾക്കണം, തോട്ടത്തിലെ കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിന്തിക്കാവൂ എന്ന് പറയും. വല്ലാത്തൊരു കാലഘട്ടമാണ് ഈ കീമോതെറാപ്പി. എല്ലാവർക്കും അല്ല, ഈ ആമാശയം പോയവർക്ക് വല്ലാത്തൊരു കാലഘട്ടം. കാരണം ഭക്ഷണമില്ല, അതിനെ ഫേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. മറ്റുള്ള അവയവങ്ങൾ പോയിട്ട് കീമോയിൽ കൂടെ കടന്നു പോകുന്നതല്ല ഈ ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരു ഫോണും അറ്റൻഡ് ചെയ്തിരുന്നില്ല, ഒരു ഫോണും എന്നെ ആശ്വസിപ്പിച്ചിരുന്നില്ല. മരണഭയമല്ല, ആ രോഗത്തിന് ട്രീറ്റ്മെൻറ്റിൽ വരുന്നൊരവസ്ഥയാണ്. പക്ഷേ എനിക്ക് ആശ്വാസം തന്നിട്ടുള്ള ഒരു അമ്മച്ചിയുണ്ട്, എൻ്റെ പോലെ തന്നെ പ്രായമുള്ളൊരു അമ്മ. അവരെ മാത്രമാണ് ഞാൻ അങ്ങോട്ട് പിടിച്ചിട്ടുള്ളത്. കാരണം 23 വർഷം മുമ്പ് അവർക്കും ക്യാൻസർ വന്ന് അവരുടെ ആമാശയം മുറിച്ചു മാറ്റിയിട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് ഇങ്ങനൊരു അസുഖം വന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള സ്വർഗം കണ്ട അമ്മച്ചി, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ സ്വർഗമാണോ കണ്ടത് എന്ന്, ആ അമ്മച്ചിയുടെ ബന്ധുവോ ഫ്രണ്ടോ അവരുടെ നമ്പർ എനിക്ക് അയച്ചു തരാണ്. അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്നറിയോ, നമ്മളൊരു അവസ്ഥയിൽ കൂടെ പോകുമ്പോൾ ആ അനുഭവമുള്ള ആളുകൾ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസം കിട്ടും. ഇന്ന് കണക്കില്ലാത്തത്രയും ക്യാൻസർ രോഗികൾ എന്നെ വിളിക്കുന്നുണ്ട്. എന്താണെന്നറിയോ, ഞാൻ ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട്. എൻ്റെ അനുഭവം നിന്നിട്ടില്ല, വീണ്ടും വീണ്ടും ഞാനിങ്ങനെ അതിൽ വളർന്നു വരികയാണ്. അതുകൊണ്ട് അവർ ചോദിക്കും പല അനുഭവങ്ങൾ എന്തെങ്കിലും സന്തോഷമായിട്ടിരിക്കണം. അപ്പം ഞാൻ എൻ്റെ കുറേ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. അത് അവർക്ക് പോസിറ്റീവായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു അനുഭവം ഉണ്ടെങ്കിൽ ഈ ഒരു അനുഭവത്തിനെ കുറിച്ച് പറയാവൂ. ഇപ്പോൾ ക്യാൻസർ വരാണ്ട് ക്യാൻസർ കുഴപ്പമൊന്നുമില്ല, അതിനിപ്പോൾ എന്താ പ്രശ്നം, അങ്ങനെയാണ് ഇങ്ങനെയൊന്നും പറയരുത്. ഒരു അനുഭവം നമ്മൾ അനുഭവിക്കുമ്പോൾ അറിയാം ഇതിൻ്റെ അവസ്ഥ എന്താണ്. അതുപോലെ തന്നെയാണ് ശുദ്ധീകര ആത്മാക്കളെ കാണുന്നത്. അതുപോലെ തന്നെയാണ് പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളത്. അത് ഒറ്റയടിക്ക് അങ്ങനെ പൂർവികർക്കൊന്നും വേണ്ടി പ്രാർത്ഥിക്കേണ്ട, മരിച്ചവരെ ഓർത്ത് ഏറെ വിലപിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. മരിച്ചവരെ ഓർത്ത് പാപപരിഹാര ബലി അർപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഏറെ വിലപിക്കേണ്ടെന്ന് പറഞ്ഞേക്കണേ, അതായത് മരിച്ചവരെ കുറിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല എന്ന്. ഈ സത്യങ്ങളൊക്കെ ശുദ്ധീകരാത്മാക്കൾ തന്നെ വന്ന് പറഞ്ഞിട്ട് എനിക്ക് അനുഭവമുള്ളതാണ്. എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു രാത്രി ബോഡി വീട്ടിൽ വെക്കേണ്ട വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കണം, വിഷമിച്ച് കരഞ്ഞിരിക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മോളെ ഇങ്ങനെ കരയണ്ട, കരച്ചിൽ ഞങ്ങൾക്കൊരു ആശ്വാസമില്ല, മോളെ കരുണക്കൊന്ത ചെല്ല് എന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ആ കാഴ്ച ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. പ്രാർത്ഥിക്കണം. ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു കിടക്കുക, ഞാൻ ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരു വേണ്ടപ്പെട്ട ഒരു
ഫാദർ മരിക്കാൻ കിടക്കുക. ഞാൻ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടാണ് വന്നിരിക്കണേ. ഞാൻ ചെല്ലുമ്പോൾ മാത്രമേ ആ ആൾക്ക് ആശ്വാസമുള്ളൂ. എന്താണെന്നറിയോ, ഞാനും മരണത്തെ മുന്നിൽ കാണുന്ന വ്യക്തിയായതുകൊണ്ട്. ഞാൻ എപ്പോഴും ഫാദറിനെ കാണാൻ പോകുമ്പോൾ പറയും, എങ്ങനെയുണ്ട്, ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ, കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞു പോകും, വലിയ പ്രത്യാശ. പക്ഷേ ആളുടെ അവസ്ഥ മോശമായിരുന്നു. എൻ്റെ അവസ്ഥ കുറച്ച് കഴിയുമ്പോൾ മോശമാവും. അതുപോലെ തന്നെ അച്ഛൻ്റെ അവസ്ഥയും. അച്ഛനവിടെ കിടക്കുക, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മറ്റാരും കാണാൻ ചെല്ലുന്നപ്പോഴും തിരിഞ്ഞു നോക്കാത്ത ആള് ഞാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ വേഗം വരാൻ പറഞ്ഞിട്ട് എന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? അതിനേക്കാൾ വലിയ സഹനത്തിൽ കൂടെ ഞാൻ കടന്നു പോകുന്ന വ്യക്തിയായതുകൊണ്ട് ഞാൻ വരുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ അനുഭവമാണ് ഗുരു കേട്ടോ. അപ്പോൾ ആത്മാക്കൾ വന്നിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രാർത്ഥനയിൽ നിന്ന് തിരിക്കുന്ന ഏതെങ്കിലും ഒരു ബോധ്യം അതെവിടെ നിന്നായാലും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ ഒന്ന് ചിന്തിക്കുക. സഭയുടെ വിശ്വാസം അനുസരിച്ച് പോയാൽ മതി. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ച് കയറ്റുവിൻ, ഇത് പറയുന്നില്ലേ? യൂദായുടെ പുസ്തകം 1:23 പറയുന്നില്ലേ, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ച് കയറ്റുവിൻ. വചനം പറയുന്നില്ലേ, അവസാനത്തെ ചില്ലിക്കാശ് വരെ തീർക്കാതെ നിൽക്കുന്നത് പുറത്ത് കടക്കാൻ പറ്റില്ല. ആ ചില്ലിക്കാശ് ആരാ കൊടുത്ത് തീർക്കുക? അവർ സഹിക്കണം, ഒപ്പം നമ്മൾ പ്രാർത്ഥിക്കണം. മരിച്ചുപോയവരുടെ സാധനങ്ങൾ ഏത് രീതിയിൽ സൂക്ഷിക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർക്കണം. മരിച്ചുപോയവരുടെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ വിശുദ്ധന്മാരുടെ വിശുദ്ധകളുടെയൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കണില്ലേ? അമ്മ മാതാവ് ഈശോ മരിച്ചപ്പോൾ ഈശോയുടെ എല്ലാ രക്തം കൊണ്ട തുണികളൊക്കെ കളക്ട് ചെയ്ത് വെച്ചു എന്ന് നമ്മൾ കാതറിൻ എമിറേറ്റ്സിൻ്റെ പുസ്തകത്തിലും മറ്റ് പല വിശുദ്ധന്മാരുടെ വിശുദ്ധകളുടെ പുസ്തകത്തിലും അമ്മ കൊടുത്ത ദർശനങ്ങൾ നമ്മൾ കാണുന്നില്ലേ? അമ്മ അതൊക്കെ ശേഖരിച്ച് വെച്ചു എന്ന് യോഹന്നാൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത്. ഈശോയുടെ കൂടെ ജീവിച്ച ഇപ്പോഴത്തെ ഒരു മേശ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് സൂക്ഷിച്ചു വെച്ചു. ആ മേശയിന്മേലാണ് അമ്മയുടെ ചിത്രം വരയ്ക്കാൻ ലൂക്കാ സുവിശേഷകൻ വരയ്ക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഏത് കാര്യങ്ങളും ആര് പറയുമ്പോഴും നിങ്ങളുടെ ചെറിയ ബുദ്ധിക്ക് നമ്മുടെ ബുദ്ധി തന്നെ മതി. അത് പരിശുദ്ധാത്മാവേ വന്ന് നിറയണമെന്ന് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാകും. അതുകൊണ്ട് മരിച്ചവരുടെ സാധനങ്ങൾ സൂക്ഷിക്കരുത്, അത് ഭയങ്കര ആപത്തെന്നൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ആ വീട് തന്നെ വിറ്റ് പോകണം. മരിച്ചവരുടെ സാധനമാണത്. ഞാൻ എൻ്റെ അടുത്ത് വരുന്നവരോട് അതാ പറയാം, നിൻ്റെ വീട് വിൽക്കാൻ പറ്റുമോ നിനക്ക്? അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പറഞ്ഞ ആളോട് ഒരു വീട് വെച്ച് തരാൻ പറയാം. വേറൊരു നല്ല സ്ഥലം, റോഡരികിൽ നല്ല യാത്രാ സൗകര്യമുള്ളൊരു സ്ഥലത്തിൽ വീട് വെച്ച് തരാൻ പറയാം. എന്നിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ കത്തിച്ച് കളയുക, മരിച്ചവർ ഉപയോഗിച്ചതല്ലേ. അപ്പം എന്തായാലും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ കണ്ട് വെറുതെ ഓടി നടക്കണ്ട. നമുക്ക് പരിശുദ്ധ കുർബാനയുണ്ട്, ആ കുർബാനയിലായിരിക്കുക, ജപമാല ചൊല്ലുക, സഹനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് ഏറ്റവും. അല്ലാണ്ട് മരിച്ചുപോയ സാധനങ്ങൾ കത്തിച്ച് കളഞ്ഞത് കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് അത് മരിച്ചവർക്കും ലോകപാപത്തിനും പരിഹാരമായിട്ട് ഈശോയുടെ അതിവിശുദ്ധമായ സഹനത്തോട് ചേർത്ത് വെക്കാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കൊടുക്കുക. ഇതിനേക്കാൾ വലിയ ഒരു കാര്യമില്ല. അനുദിന ജീവിതത്തിൽ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വാ, അന്നാ നിങ്ങൾക്ക് ആത്മാക്കളെ നേടാം. അന്നാ എൻ്റെ ശിഷ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യുക, അതാണ് ശിഷ്യനായിരിക്കുക. ഈശോ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു, നമ്മൾ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. അതാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവിൻ്റെ പദ്ധതി. സുഖിക്കാനല്ല. വിശുദ്ധരൊക്കെ പറഞ്ഞത് ഏറ്റവും ശരിയാകുന്നത് ഇപ്പോഴാണ്. സഹിച്ചത് നേട്ടം, സുഖിച്ചത് നഷ്ടം. സഹനമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആത്മാക്കളെ നേടാം, കർത്താവിൻ്റെ ശിഷ്യയാകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഭയുടെ നിയമം അനുസരിച്ചാണ് നമ്മൾ പോകേണ്ടത്. സഭ പറയാത്ത കാര്യങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് സംശയത്തിന് ഇടവരരുത്. ഞാൻ ഒന്നുകൂടി പറയാണ്, മരിച്ചുപോയവരുടെ സാധനങ്ങളൊന്നും കത്തിച്ച് കളയണ്ട. വിഗ്രഹങ്ങളാക്കി നിങ്ങൾ അവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് കത്തിച്ച് കളഞ്ഞോ, നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. മരിച്ചുപോയവരെ കുറിച്ച് പ്രാർത്ഥിക്കണം, ഏറെ വിലപിക്കണ്ട. അവരെ വിഗ്രഹമായിട്ട് കണ്ടിട്ട് അത് തന്നെ മരിച്ചുപോയവർ. ഒരിക്കലും ഒരാൾ ചോദിച്ചു, ഇന്ന സ്ഥലത്ത് ഇതിന് പോവാണ്, ഞാൻ ധ്യാനത്തിന് പോവാണ്, മരിച്ചുപോയവരെ നമ്മുടെ കൂടെ കൊണ്ടു നടക്കണം എന്നാണ് അവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അയ്യോ അത് തെറ്റാണ്. മരിച്ചവരുടെ ലോകത്തിരിക്കട്ടെ, നമ്മൾ നമ്മുടെ ലോകത്തിരുന്ന് അവർക്ക് പ്രാർത്ഥിക്കട്ടെ. മരിച്ചുപോയവരെ കൂടെ കൊണ്ട് നടക്കണ്ട. ഞാൻ പറഞ്ഞു, കൂടെ കൊണ്ട് നടക്കേണ്ടത് ഈശോയെയാണ്. നിൻ്റെ ഉള്ളിൽ വന്ന ഈശോയെ, പരിശുദ്ധ കുർബാനയിലോ നിൻ്റെ ഉള്ളിൽ വന്ന ഈശോയെ നീ കൂടെ കൊണ്ട് നടന്നാൽ നീ പാപം ചെയ്യില്ല. മരിച്ചവരെ നീ കൂടെ കൊണ്ട് നടന്നാൽ അത് വ്യത്യസ്തമായിട്ടുള്ള ബോധ്യങ്ങളാണ്. നിങ്ങൾക്കെല്ലാം തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവരെ മറക്കരുത്. മരിച്ചുപോയ സാധനങ്ങൾ വിഷം പോലെ നിങ്ങൾ കാണരുത്, വിഗ്രഹം പോലെയും കാണരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ആമേൻ.